നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ഫെബ്രുവരി 12 അർദ്ധരാത്രി മുതൽ ദേശീയ പണിമുടക്ക്. കോട്ടയം ജില്ലയിലെ തൊഴിലാളികൾ ഒന്നടങ്കം പങ്കെടുക്കുമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ. വാഹനങ്ങൾ തടയില്ല. ചിറക്കടവ് മഹാദേവന്റെ തിരുവുത്സവത്തിന് കൊടിയിറങ്ങി. തിരുവാറാട്ടിൽ പങ്കെടുത്തത് 10,000. അനുഗ്രഹം ചൊരിഞ്ഞ് ദേശനാഥൻ. കോട്ടയത്ത് വയറിംഗ് തൊഴിലാളികളുടെ മാർച്ചും ധർണയും. മാസങ്ങളായി മുടങ്ങിയ പെൻഷൻ വിതരണം ചെയ്യണമെന്നാവശ്യം. ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് കോട്ടയം നഗരസഭാ അധ്യക്ഷൻ. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ചുമർ ചിത്രങ്ങൾ സമർപ്പിച്ചു. കാലപ്പഴക്കത്താൽ ശോഭ നഷ്ടപ്പെട്ടവ പുനർനിർമ്മിച്ചു. സംരക്ഷണ ജോലി തുടങ്ങിയത് ദേവസ്വം മന്ത്രി VN വാസവന്റെ നിർദ്ദേശപ്രകാരം. വാർത്തകൾ വിശദമായി. ഫെബ്രുവരി 12 നടക്കുന്ന ദേശീയ പണിമുടക്കിൽ കോട്ടയം ജില്ലയിലെ തൊഴിലാളികൾ ഒന്നടങ്കം പങ്കെടുക്കുമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ ജില്ലാ സമിതി കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ, ബാങ്ക്, ഇൻഷുറൻസ്, BSNL, പോസ്റ്റൽ അടക്കമുള്ള ജീവനക്കാരും പണിമുടക്കിന്റെ ഭാഗമാകും. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 12 നടക്കുന്ന ദേശീയ പണിമുടക്കിൽ കോട്ടയത്തെ തൊഴിലാളികൾ ഒന്നടങ്കം പങ്കെടുക്കുമെന്ന് യൂണിയൻ നേതാക്കൾ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ വ്യാഴാഴ്ച അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക്. കർഷക തൊഴിലാളി സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമാകും. കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ, ബാങ്ക്, ഇൻഷുറൻസ്, BSNL, പോസ്റ്റൽ അടക്കമുള്ള ജീവനക്കാരും പണിമുടക്കിന്റെ ഭാഗമാകും. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, ഇൻഷുറൻസ് മേഖലയുടെ 100% സ്വകാര്യ പങ്കാളിത്തം ഉപേക്ഷിക്കുക, തുല്യ ജോലിക്ക് തുല്യവേതനം നൽകുക, തൊഴിലാളികൾക്ക് മികച്ച പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ദേശീയ പണിമുടക്കെന്ന് CITU ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് K. അനിൽകുമാർ പറഞ്ഞു. ഇന്ത്യ രാജ്യത്ത് അടിച്ചേൽപ്പിക്കുന്ന ലേബർ കോഡിലൂടെ തൊഴിലാളികളോട് പറയുന്നത് 8 മണിക്കൂർ ജോലി ചെയ്താൽ പോരാ, 12 മണിക്കൂർ വരെ ജോലി ചെയ്യണം. 2, ലേബർ കോഡ് പറയുന്നത് നിങ്ങൾക്കിനി തൊഴിൽ സുരക്ഷിതത്വം ഉണ്ടാവില്ല, നിങ്ങളെ നിശ്ചിതകാല തൊഴിലാളികളാക്കി പരിമിതപ്പെടുത്തും. 3, ഈ ലേബർ കോഡ് പറയുന്നത് നിങ്ങളുടെ വേതനം എന്ന് പറയുന്നത് വർദ്ധിപ്പിക്കേണ്ടതില്ല, എല്ലാ തരത്തിലുള്ള വേതന വർധനവും ദുശ്ചലമാണ്, അല്ലെങ്കിൽ അത് അധിക ചെലവാണ്. 4 കാര്യം, ഇപ്രകാരം ഒരു തെറ്റായ കാര്യം വരുമ്പോൾ കൂട്ടായി വിലപേശാനുള്ള തൊഴിലാളിയുടെ പ്രാഥമിക അവകാശമാണ് സംഘടന. ആ സംഘടനയുടെ രജിസ്ട്രേഷനുള്ള എല്ലാ അവകാശങ്ങളും എടുക്കുന്നു. സംഘടന എന്ന് പറയുന്നത് നാമമാത്രമാണ്. ഒരു സ്ഥാപനത്തിന്റെ പേരിൽ അവരുടെ തൊഴിലാളി സംഘടനയ്ക്ക് പേരിടാൻ പാടില്ല എന്നിവരുടെ നിർദ്ദേശങ്ങളാണ് കേന്ദ്ര ലേബർ മന്ത്രാലയം മുന്നോട്ട് കൊണ്ടിരുന്നത്. ഇതോടുകൂടി സ്ഥാപനവുമായി ബന്ധമില്ലാത്തവരായി തൊഴിലാളി മാറുകയാണ്. ഇതോടൊപ്പം തന്നെ ഈ വിഷയത്തിനകത്ത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കണം. ഇപ്പൊ തന്നെ കേന്ദ്ര സർക്കാർ അത് കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന പദ്ധതിയാണ്. 120 ദിവസം പണി കൊടുക്കുന്നെല്ലാം പറഞ്ഞെങ്കിലും പദ്ധതിക്ക് 30,000 കോടി അനുവദിച്ചിട്ടുള്ളൂ. 2.5 ലക്ഷം കോടി അനുവദിച്ചാലേ അവര് പറഞ്ഞ വാഗ്ദാനത്താണ് പദ്ധതി അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നത്. ജില്ലാ സെക്രട്ടറി ജോൺ V. ജോസഫ്, ജില്ലാ പ്രസിഡന്റ് PK ആനന്ദക്കുട്ടൻ, റഷീദ് കോട്ടപ്പള്ളി, രാജു, സുഹൈബ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. 10 ദിവസം ചിറക്കടവിന് ഭക്തിയുടെയും സന്തോഷത്തിന്റെയും രാപ്പകലുകൾ സമ്മാനിച്ച് ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ആറാട്ടോടെ കൊടിയിറങ്ങി. ആയിരക്കണക്കിന് ഭക്തരാണ് ആറാട്ടിൽ പങ്കെടുത്ത് ഭഗവാനെ തൊഴുതത്. തന്ത്രിയുടെ പ്രതിനിധി കിരൺ നമ്പൂതിരി ആറാട്ടിന് കാർമ്മികത്വം വഹിച്ചു. മണ്ണിലും മനസ്സിലും ഭക്തിയും സന്തോഷവും നിറച്ച് ചിറക്കടവ് ശ്രീ മഹാദേവന്റെ തിരുവാറാട്ട്. ഇന്നലെ വൈകിട്ട് 4:30 ആറാട്ടുകടവിലേക്ക് ഭഗവാൻ തിരുവാറാട്ടിനായി പുറപ്പെട്ടത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ ഭക്തരുടെ പഞ്ചാക്ഷരി മന്ത്രസ്തുതികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ഭഗവാൻ ആറാട്ടുകടവിലേക്ക് തിരുവാറാട്ടിനായി പുറപ്പെട്ടു. തുടർന്ന് ആറാട്ടുകടവിലെ പൂജകൾക്ക് ശേഷം ഭഗവാൻ തീർത്ഥക്കുളത്തിൽ ആറാടി. ക്ഷേത്രം തന്ത്രിയുടെ പ്രതിനിധിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു തിരുവാറാട്ട്. മേൽശാന്തി പെരുന്നാട്ടില്ലം മനോജ് നമ്പൂതിരി സഹകാർമ്മികനായി.
തുടർന്ന് ആറാട്ടുകടവിലെ ഭദ്രദീപ പ്രകാശനവും മേൽശാന്തി നിർവഹിച്ചു. 10,000-കണക്കിന് ഭക്തരാണ് ആറാടി വന്ന ഭഗവാനെ തൊഴുത് കാണിക്കയർപ്പിച്ച് അനുഗ്രഹം തേടിയത്. മണിക്കൂറുകൾ നീണ്ടുനിന്ന ഭക്തരുടെ നീണ്ട നിര ഭഗവാനോടുള്ള അചഞ്ചലമായ ഭക്തിയുടെ നേർക്കാഴ്ചയായി. ചിറയുടെ കരയിൽ വടക്ക് തെക്ക് ഭാഗങ്ങളുടെ കൂടിവേലയും അരങ്ങേറി. ക്ഷേത്രക്കുളത്തിൽ 10,000-കണക്കിന് ദീപങ്ങൾ കൊണ്ട് തീർത്ത ദീപക്കാഴ്ചയും കണ്ണിന് വിരുന്നായി. ആറാട്ട് വരവിനും ആറാട്ട് എതിരേൽപ്പിനും ശേഷം 10 ദിവസം നീണ്ടുനിന്ന ഭക്തിസാന്ദ്രമായ ചടങ്ങുകൾക്ക് സമാപനം കുറിച്ച് കൊടിയിറങ്ങി. ആറാട്ടിനോടനുബന്ധിച്ച് കുമാരി ഭദ്രയുടെ സോപാന സംഗീതവും ഉണ്ടായിരുന്നു. കലാവേദിയിൽ നൃത്തസന്ധ്യയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വിവിധ ആവശ്യങ്ങളുമായി വയറിംഗ് തൊഴിലാളികൾ കോട്ടയത്ത് മാർച്ചും ധർണയും നടത്തി. നഗരസഭാധ്യക്ഷൻ MP സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വയറിംഗ് തൊഴിലാളികൾ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ജില്ലാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. മാസങ്ങളായി മുടങ്ങിയിരിക്കുന്ന പെൻഷൻ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, അംശാദായ തുക കാലതാമസം കൂടാതെ നൽകുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുകയും സമയബന്ധിതമായി വിതരണം നടത്തുകയും ചെയ്യുക, അംശാദായ തുക 100 രൂപയാക്കി വർദ്ധിപ്പിക്കുക, പെൻഷൻ 5000 രൂപയാക്കി വർദ്ധിപ്പിക്കുക തുടങ്ങിയ അടിയന്തര ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തിരുനക്കര ഗാന്ധി സ്ക്വയറിൽ നിന്നും സമരം ആരംഭിച്ചത്. നിരവധി തൊഴിലാളികൾ മാർച്ചിൽ അണിനിരന്നു. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു കോട്ടയത്തെയും സമരം. കേരള ഇലക്ട്രിക്കൽ വയർമെൻ സൂപ്പർവൈസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമരം കോട്ടയം നഗരസഭാധ്യക്ഷൻ MP സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഏറെ അപകട സാധ്യതയുള്ള മേഖലയിൽ പണിയെടുക്കുന്ന വയറിംഗ് തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണെന്ന് അദ്ദേഹം പറഞ്ഞു. അർഹതപ്പെട്ട ആനുകൂല്യം തടയപ്പെടാതിരിക്കാനാണ് അർഹതയുള്ള മറ്റു കാര്യങ്ങൾ ക്ഷേമനിധിയിൽ നിന്ന് കിട്ടേണ്ട മറ്റ് ആനുകൂല്യങ്ങളടക്കം ശരിയായ രീതിയിൽ ലഭിക്കാൻ പറ്റുന്നതിലേക്ക് ക്ഷേമനിധിയുടെ പ്രവർത്തനം കാര്യക്ഷമമാകാനുള്ള സാഹചര്യം ഒരുക്കണമെന്നാണ് ഇവിടെ സമരവുമായി കടന്നു വന്ന പ്രിയപ്പെട്ട സമര സുഹൃത്തുക്കൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ മറ്റേ ശമ്പള വർധനവിന് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ പണിയുടെ ഈ ജോലി സ്ഥിരത ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടല്ല. നമുക്കറിയാം, ഇലക്ട്രിക് വയർമാൻ എന്ന് പറയുന്നവർ നിർമ്മാണ മേഖലയിൽ അപകടകരമായ രീതിയിലേക്ക് കെട്ടിടങ്ങളിൽ കയറി അതിന്റെ മേൽക്കൂരയിലടക്കം പണിയുന്ന എത്രയോ ആളുകൾക്ക് അപകടമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപകടകരമായ ജോലി ചെയ്തിട്ട് അതോടൊപ്പം ഷോക്ക്, നമുക്കറിയാം ഇലക്ട്രിക്കിന്റെ വർക്ക് ചെയ്യുമ്പോൾ ഷോക്ക് ഏൽക്കാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ അതിശക്തമായ രീതിയിലേക്കുള്ള അപകട സാഹചര്യം ഉണ്ടായിട്ട് പോലും ആ ജോലി ചെയ്ത് തങ്ങളുടെ കുടുംബത്തെ പോറ്റണമെന്നുള്ള നിലയിലേക്ക് പോകുന്ന വയർമാൻ അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള സംഘടനയിലെ അംഗങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലുള്ള സമരവുമായി കടന്നു വന്നിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റ് ബിജു വർഗീസ്, സെക്രട്ടറി തോമസ് ജേക്കബ്, അജിത് കുമാർ, റെജി ജെയിംസ്, MK രാജപ്പൻ, ജെയിംസ് ജോസഫ്, തോമസ് കുര്യാക്കോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
കാലപ്പഴക്കം മൂലം നാശത്തിന്റെ വക്കിലായിരുന്ന ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ചുമർചിത്രങ്ങളുടെ സംരക്ഷണ ജോലികൾ പൂർത്തിയാക്കി മന്ത്രി വി.എൻ. വാസവൻ സമർപ്പിച്ചു. 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്ന ചുമർചിത്രങ്ങളുടെ സംരക്ഷണ പദ്ധതിക്ക് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം 1 വർഷം മുൻപാണ് തുടക്കം കുറിച്ചത്. വാസ്തുവിദ്യാ ഗുരുകുലം മ്യൂറൽ ആർട്ടിസ്റ്റ് കടമ്മനിട്ട ശ്രീകുട്ടന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് മ്യൂറൽ ആർട്ടിസ്റ്റുകളായ മണ്ണടി അഭിലാഷ് കുമാർ, ആറന്മുള ജയകൃഷ്ണൻ എന്നിവരാണ് സംരക്ഷണ ജോലി പൂർത്തിയാക്കിയത്. കൂവപ്പള്ളി അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ അമൽ ജ്യോതി ബിസിനസ് സ്കൂൾ ആരംഭിക്കുന്നു. 4 വർഷം നീളുന്ന ഈ ഡിഗ്രി പൂർണ്ണമായും റെസിഡൻഷ്യലാണ്. കൂവപ്പള്ളി അമൽ ജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ പുതുതായി അമൽ ജ്യോതി ബിസിനസ് സ്കൂൾ ആരംഭിക്കുന്നു. ഇതിന്റെ ആദ്യ ഡിഗ്രി പ്രോഗ്രാമായി ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഹോണേഴ്സിനുള്ള അഡ്മിഷൻ ആരംഭിച്ചു. 4 വർഷം നീളുന്ന ഈ ഡിഗ്രി പൂർണ്ണമായും റെസിഡൻഷ്യലാണെന്ന് കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. IIM, IIT തുടങ്ങി ഇന്ത്യയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പ്രവൃത്തി പരിചയം നേടിയ അധ്യാപകരുടെ മേൽനോട്ടത്തിലാണ് ക്ലാസുകൾ. അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർന്ന വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കോഴ്സ് അമൽ ജ്യോതിയിൽ ആരംഭിക്കുന്നത്. പഠനത്തോടൊപ്പം പാഠ്യേതര മേഖലകളിലും പ്രാധാന്യം നൽകുന്ന ഈ കോഴ്സിൽ മാനേജ്മെന്റ്, സംരംഭകത്വം, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഹ്യൂമൻ റിസോഴ്സ്, ഡിജിറ്റൽ ബിസിനസ്, AI എന്നിവയിൽ പ്രായോഗിക പരിശീലനം നൽകുന്നതിനൊപ്പം വർഷം തോറുമുള്ള ഇന്റേൺഷിപ്പ് വഴി പഠിക്കുന്നവ പ്രായോഗികമാക്കാനുള്ള കഴിവ് ആർജിക്കുവാനും അവസരം ലഭിക്കും. IIM-ന്റെയും ലോകത്തെ മുൻനിര മാനേജ്മെന്റ് സ്ഥാപനങ്ങളുടെയും പാഠ്യപദ്ധതികളുടെ ചുവട് പിടിച്ചാണ് ഈ നൂതന ഡിഗ്രി പ്രോഗ്രാം രൂപപ്പെടുത്തിയിരിക്കുന്നത്. പരിശീലനത്തിന്റെ 4 വർഷങ്ങൾക്കുള്ളിൽ തന്നെ യൂറോപ്പിലെ യൂണിവേഴ്സിറ്റികളിൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം, മിഡിൽ ഈസ്റ്റ് വിസിറ്റ്, ഭാരതത്തിലെ പ്രധാന വ്യവസായ സംരംഭങ്ങൾ കാണുവാനുള്ള അവസരങ്ങൾ തുടങ്ങിയവ ഈ കോഴ്സിന്റെ പ്രധാന സവിശേഷതകളാണ്. വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ഇന്റേൺഷിപ്പുകൾ, ഇൻഡസ്ട്രി വിസിറ്റുകൾ, സെമിനാറുകൾ, വർക്ക്ഷോപ്പുകൾ എന്നിവയും കോഴ്സിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും കോളേജ് അധികൃതർ പറഞ്ഞു. ഈ കരിക്കുലത്തിന് ബെഞ്ച്മാർക്ക് IIM കോഴിക്കോടിനും IIM ബാംഗ്ലൂരിനും അണ്ടർ ഗ്രാജുവേറ്റ് 4-year പ്രോഗ്രാം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ 4 IIMസിൽ IPM പ്രോഗ്രാംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കരിക്കുലം, കോർ കരിക്കുലം നമ്മൾ IIMസിനെ ബെഞ്ച്മാർക്ക് ആക്കുമ്പോൾ ഡിസിപ്ലിനും സ്പോർട്സിനും നമ്മൾ സൈനിക് സ്കൂളിനെയാണ് ബെഞ്ച്മാർക്ക് ആക്കുന്നത്. എന്നാൽ ഇൻ്റർനാഷണൽ എറ്റിക്കറ്റ്സിന് സ്വിറ്റ്സർലൻഡിലെ ടോപ്പ് ഫിനിഷിംഗ് സ്കൂൾസിനെയാണ് നമ്മൾ ബെഞ്ച് മാർക്കായിട്ട് എടുക്കുന്നത്. അതുപോലെ സിന്തസൈസിങ്ങിന് നമ്മൾ ബെഞ്ച് മാർക്കായിട്ട് എടുക്കുന്നതിന് പകരം നമ്മൾ ഈ 5ഓളം ഐറ്റംസ് ഗ്രേഡഡ് കോഴ്സായിട്ട് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ കോഴ്സിനോട് ഏറ്റവും പ്രത്യേകതയായിട്ട് നമ്മൾ കൊടുക്കുന്നത് കുട്ടികൾക്ക് 4 year ആണെന്ന് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് ഇയറിൽ തന്നെ കുട്ടികൾക്ക് ഒരു കേരള എക്സ്പോഷർ, ഇവിടെ വരുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന കുട്ടികൾക്ക് മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികളുണ്ടാവും. ആ കുട്ടികൾക്ക് ഒരു കേരള എക്സ്പോഷർ നമ്മൾ കൊടുക്കുന്നു. സെക്കൻഡ് ഇയറിൽ ഇവർ ഇന്ത്യയിലെ ഒട്ടുമിക്ക ഇൻഡസ്ട്രികളും അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. തേർഡ് ഇയറിൽ അവർക്കൊരു മിഡിൽ ഈസ്റ്റ് എക്സ്പോഷർ കൊടുക്കുന്നു. 4ാമത്തെ ഇയറിൽ, 4th ഇയറിൽ അവരൊരു എക്സ്ചേഞ്ച് പ്രോഗ്രാമായി ഒരു യൂറോപ്യൻ എക്സ്ചേഞ്ച് പ്രോഗ്രാമും ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ്. 100% പ്ലേസ്മെന്റും ഒപ്പം കരിയർ ഗൈഡൻസും വിദ്യാർത്ഥികൾക്ക് അമൽ ജ്യോതി ബിസിനസ് സ്കൂളിലൂടെ ലഭിക്കും. IIM, IIT തുടങ്ങിയ ഇന്ത്യയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 30 വർഷത്തോളം അധ്യാപകനായിരുന്ന ഡോക്ടർ തോമസ് ജോസഫ് കോഴ്സിന്റെ ഡയറക്ടറായും കോഴ്സ് കോർഡിനേറ്ററായി ഫാദർ പയസ് കൊച്ചുപറമ്പിലും ചാർജ് എടുത്തു. അമൽ ജ്യോതി കോളേജിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഫാദർ ഡോക്ടർ റോയ് എബ്രഹാം പഴയപറമ്പിൽ, പ്രിൻസിപ്പൽ ഡോക്ടർ ലില്ലിക്കുട്ടി ജേക്കബ്, കോഴ്സ് ഡയറക്ടർ ഡോക്ടർ തോമസ് ജോസഫ്, കോഴ്സ് കോർഡിനേറ്റർ ഫാദർ പയസ് കൊച്ചുപറമ്പിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. NGO യൂണിയൻ കോട്ടയം സിവിൽ സ്റ്റേഷൻ ഏരിയയുടെ വാർഷിക സമ്മേളനം നടന്നു. ജനറൽ സെക്രട്ടറി MV ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. കേരള NGO യൂണിയൻ കോട്ടയം സിവിൽ സ്റ്റേഷൻ ഏരിയയുടെ 63ാം വാർഷിക സമ്മേളനം നടന്നു. മാമൻ മാപ്പിള ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ ഏരിയയിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ് അഭിലാഷ് MC രക്തസാക്ഷി പ്രമേയവും, ജോയിന്റ് സെക്രട്ടറി രാജീവ് SR അനുശോചന പ്രമേയവും, ഏരിയ സെക്രട്ടറി മനേഷ് ജോൺ പ്രവർത്തന റിപ്പോർട്ടും സമ്മേളനം മുമ്പാകെ സമർപ്പിച്ചു. 63ാം വാർഷിക സമ്മേളനം കേരള NGO യൂണിയൻ ജനറൽ സെക്രട്ടറി MV ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. അവന് കോടിക്കണക്കായ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരോട് പറയുകയാണ്, രാജ്യത്ത് തസ്തിക വെട്ടിച്ചുരുക്കൽ നിയമന നിരോധനമാണ്, പകരം കരാർ നിയമനവും ദിവസക്കൂലി നിയമനവും നടപ്പിലാക്കുകയാണ്. സൈന്യത്തിൽ പോകും. ഈ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് വലിയ തൊഴിൽ തരില്ല എന്ന നയം വേണോ? ജീവനക്കാരുടെയും അധ്യാപകരുടെയും കാര്യം എടുക്കുക. അടുത്ത വിഭാഗം എന്താ ജീവനക്കാരുടെ സ്ഥിതി? പെൻഷൻ എന്താ? ഇല്ല. സബിത PR, രഞ്ജിനി ദാസ് തുടങ്ങിയവർ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ, കോട്ടയം. എലിക്കുളം പഞ്ചായത്ത് 10ാം വാർഡ് പനമറ്റത്ത് വയോധികയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പനമറ്റം പുത്തൻപുരക്കൽ ഓമനയാണ് മരിച്ചത്. 80 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ അയൽവാസിയായ അയന്തക്കുഴിയിൽ രാധാകൃഷ്ണപിള്ളയുടെ പറമ്പിലെ കിണറ്റിലാണ് മൃതദേഹം കണ്ടത്. വിവരം ലഭിച്ചതിനെ തുടർന്ന് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്തു. കോട്ടയം ജില്ലാ പോലീസ് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പാലാ പോലീസ് സബ് ഡിവിഷന്റെ കീഴിലുള്ള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആശാവർക്കർമാർക്കായി ശില്പശാല നടത്തി. പാലാ നഗരസഭാ ടൗൺഹാളിൽ നടന്ന ശില്പശാലയുടെ ഉദ്ഘാടനം DCRB ഡിവൈഎസ്പി ജ്യോതികുമാർ നിർവഹിച്ചു. SI യാസ്മിൻ അധ്യക്ഷനായി. സൈക്കോളജിസ്റ്റ് സ്നേഹ മുഖ്യപ്രഭാഷണം നടത്തി. പാലാ അൽഫോൻസ കോളേജിലെ PG പൊളിറ്റിക്സ് സയൻസ് വിഭാഗം കേരള സർക്കാർ പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച് ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. ഇന്ത്യയിലെ ജനാധിപത്യം, മതേതരത്വം, സമത്വം തത്വങ്ങൾ എന്നതായിരുന്നു സെമിനാറിന്റെ വിഷയം. മാണി സി കാപ്പൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഫെബ്രുവരി 12-ന് അർദ്ധരാത്രി മുതൽ ദേശീയ പണിമുടക്ക്. കോട്ടയം ജില്ലയിലെ തൊഴിലാളികൾ ഒന്നടങ്കം പങ്കെടുക്കുമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ. വാഹനങ്ങൾ തടയില്ല. ചിറക്കടവ് മഹാദേവന്റെ തിരുവുത്സവത്തിന് കൊടിയിറങ്ങി. തിരുവാറാട്ടിൽ പങ്കെടുത്തത് 10,000. അനുഗ്രഹം ചൊരിഞ്ഞ് ദേശനാഥൻ. കോട്ടയത്ത് വയറിംഗ് തൊഴിലാളികളുടെ മാർച്ചും ധർണയും. മാസങ്ങളായി മുടങ്ങിയ പെൻഷൻ വിതരണം ചെയ്യണമെന്നാവശ്യം. ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് കോട്ടയം നഗരസഭാ അധ്യക്ഷൻ. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ചുമർ ചിത്രങ്ങൾ സമർപ്പിച്ചു. കാലപ്പഴക്കത്താൽ ശോഭ നഷ്ടപ്പെട്ടവ പുനർനിർമ്മിച്ചു. സംരക്ഷണ ജോലി തുടങ്ങിയത് ദേവസ്വം മന്ത്രി VN വാസവന്റെ നിർദ്ദേശപ്രകാരം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.